Good morning, students. Today I am going to take the next topic, components of a vector in three dimension. Okay, components of a vector in three dimension. First, you all look this picture. We consider a point P in a three-dimensional plane or space with reference to OX, OY and OZ as the coordinate axis. Okay, നമ്മുടെ കോർഡിനേറ്റ് ആക്സിസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് OX, OY ആൻഡ് OZ ആണ്. ഓക്കെ, എന്തിൽ പി എന്ന് പറയുന്ന പോയിന്റ് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് നമ്മൾ കോർഡിനേറ്റ്സ് ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന എന്തൊക്കെയാണ്? OX, OY, OZ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എന്താണ്? യൂണിറ്റ് വെക്ടേഴ്സ്. ഓക്കെ, എലോങ് ദ ആക്സിസ് OX, OY ആൻഡ് OZ ആക്സിസ് റെസ്പെക്റ്റീവ്ലി. OX ആക്സിസിലെയും OY ആക്സിസിലെയും OZ ആക്സിസിലെയും യൂണിറ്റ് വെക്ടേഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് I cap, J cap, K cap. Okay, I cap is the unit vector of OX axis and J cap is the unit vector of OY axis and K cap is the unit vector of OZ axis. Okay, അപ്പം യൂണിറ്റ് വെക്ടേഴ്സ് OX ആക്സിസിൻ്റെ യൂണിറ്റ് വെക്ടേഴ്സ് I cap ആണ്, OY വെക്ടേഴ്സിൻ്റെ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് J cap ആണ്, OZ അതായത് OZ ആക്സിസിൻ്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് K ആണ്. ഓക്കെ, K cap. ഓക്കെ, ദെൻ വി കൺസിഡർ വെക്റ്റർ ഒ എ. അപ്പം നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം? വെക്റ്റർ ഒ എ നമുക്ക് എന്തായിട്ട് പറയാം? എക്സ് ഇൻറ്റു ഐ ക്യാപ്, വിച്ച് മീൻസ് ഒ എക്സ് ആക്സിസിൻ്റെ കോർഡിനേറ്റ് ഏതാണ്? എക്സ് ആണ് അല്ലേ? നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന പോയിന്റ് പി വെച്ച് നോക്കുമ്പോൾ ഒ എക്സ് ആക്സിസിൽ വരുന്ന കോർഡിനേറ്റ് പോയിന്റ് ഏതാണ്? എക്സ് ആക്സിസ്. എക്സ് ആണ് വരുന്നത്, എക്സ് വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ സോ എക്സ് ഇൻറ്റു യൂണിറ്റ് വെക്റ്റർ ഐ ക്യാപ്. സോ കൺസിഡർ വെക്റ്റർ ഒ എ ഇസ് ഈക്വൽ ടു എക്സ് ഐ ക്യാപ്. സിമിലർലി വെക്റ്റർ ബി, vector OB is equal to y into j cap and vector OC is equal to z into k cap. Clear ആയോ? കോർഡിനേറ്റ്സ്, ഓരോ കോർഡിനേറ്റ് കൊണ്ടും പോയിന്റ് പിയുടെ 3 കോർഡിനേറ്റ്സ് ആണുള്ളത്, എക്സ് വൈ ഇസഡ് ആക്സിസ്. അപ്പോൾ വെക്റ്റർ ഒ എ കൺസിഡർ ചെയ്യുമ്പം വെക്റ്റർ ഒ എ കൺസിഡർ ചെയ്യുമ്പം ഒ എക്സ് ആക്സിസിൻ്റെ കോർഡിനേറ്റ് ആണ് എക്സ്, എക്സ് ഇൻറ്റു യൂണിറ്റ് വെക്റ്റർ ഐ ക്യാപ്. അതുപോലെ തന്നെ വെക്റ്റർ ഒ ബി കൺസിഡർ ചെയ്യുമ്പോൾ ഒ ബിയിൽ വരുന്ന കോർഡിനേറ്റ് പോയിന്റ് ആണ് വൈ, y ഇൻറ്റു ജെ ക്യാപ്. സിമിലർലി വെക്റ്റർ ഒ സി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ വെക്റ്റർ ഒ സി വരുന്ന ഒരു കോർഡിനേറ്റ് പോയിന്റ് ആണ് ഇസഡ് ഇൻറ്റു ആൻഡ് യൂണിറ്റ് വെക്റ്റർ കെ ക്യാപ്. സോ വി കൺസിഡർ വെക്റ്റർ ഒ എ ഇസ് ഈക്വൽ ടു എക്സ് ഐ ക്യാപ് ആൻഡ് വെക്റ്റർ ഒ ബി ഇസ് ഈക്വൽ ടു വൈ ജെ ക്യാപ് ആൻഡ് വെക്റ്റർ ഒ സി ഇസ് ഈക്വൽ ടു ഇസഡ് കെ ക്യാപ്. ഓക്കെ, all of you clear this figure? Okay, then നെക്സ്റ്റ് വെക്റ്റർ ബി സി ഡാഷ്. വെക്റ്റർ ബി സി ഡാഷ് എവിടെയാണെന്ന് കണ്ടോ? അതായത് ഇൻ ബിറ്റ്വീൻ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്, എക്സ് ആക്സിസിനും വൈ ആക്സിസിനും ഇടയിലുള്ള താഴോട്ടുള്ള ലൈൻ. ഓക്കെ, അതാണ് വെക്റ്റർ ബി സി ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെക്റ്റർ ബി സി ഡാഷ് എന്ന് പറയുന്നത് എന്തിനോട് തുല്യമാണ്? വെക്റ്റർ ഒ എയോട് തുല്യമാണ്. കണ്ടോ എല്ലാവരും? വെക്റ്റർ ബി സി ഡാഷ് എന്ന് പറയുന്നത് വെക്റ്റർ ഒ എയോട് തുല്യമാണ്. ആൻഡ് വി നോ ദാറ്റ് വെക്റ്റർ ഒ എ ഇസ് ഈക്വൽ ടു എക്സ് ഐ ക്യാപ്. നമ്മളിപ്പോൾ പഠിച്ചു വെക്റ്റർ ഒ എ എന്ന് പറയുന്നത് എക്സ് ഐ ക്യാപ് ആണ്. സോ സിമിലർലി നമുക്ക് എന്തും പറയാൻ പറ്റും? വെക്റ്റർ ബി സി ഡാഷ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? എക്സ് ഐ ക്യാപ് എന്ന് പറയാം, കാരണം അത് രണ്ടും ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ എന്താണ് നെക്സ്റ്റ് പറയുന്നത്? വെക്റ്റർ ബി സി ഡാഷ് ഈസ് ഈക്വൽ ടു വെക്റ്റർ ഒ എ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഐ ക്യാപ്. അത് എന്തിനോട് തുല്യമാണ്? എക്സ് ഐ ക്യാപ്പിനോട് തുല്യമാണ്. കാരണം വെക്റ്റർ ബി സി ഡാഷും വെക്റ്റർ ഒ എ സി ഡാഷും സെയിം ആണെങ്കിൽ വെക്റ്റർ ഒ എയുടെ വാല്യൂ തന്നെ ആയിരിക്കുമല്ലോ വെക്റ്റർ ബി സി ഡാഷിനും. സോ അതിൻ്റെ വാല്യൂ എന്തായിട്ട് നമ്മൾ എടുത്തു? എക്സ് ഐ ക്യാപ്പ് ആയിട്ട് എടുത്തു. ദ നെക്സ്റ്റ് വൺ വെക്റ്റർ സി ഡാഷ് പി. ക്ലിയർ ആയോ? വെക്റ്റർ സി ഡാഷ് പി എന്ന് പറയുന്നത് എന്തിനോട് തുല്യമാണ്? അത് കണ്ടോ? അത് ഏതൊക്കെ ആക്സിസിന് ഇതായിട്ടാണ് വരുന്നത്? അത് ഈ സി ഡാഷിൽ നിന്ന് മേലോട്ടുള്ള പോയിന്റ്. ഓക്കെ, എന്താണ്? സി ഡാഷ് പി. സി ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് കണ്ടോ? സി ഡാഷിൽ നിന്ന് മേലോട്ടുള്ള ലൈൻ, സി ഡാഷ് മുതൽ പി വരെയുള്ള ലൈൻ. ഓക്കെ, അപ്പോൾ വെക്റ്റർ സി ഡാഷ് പി എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? വെക്റ്റർ
ഒ സിയോട് തുല്യമാണ്. ഓക്കെ, ഒ എന്ന് പറയുന്നത് ഒറിജിൻ മുതൽ ഇസഡ് ആക്സിസിലോട്ട് പോകുന്ന പോയിന്റ് സി. അപ്പം വെക്റ്റർ ഒ സിയോട് എന്ത് തുല്യമാണ്? വെക്റ്റർ സി ഡാഷ് പി തുല്യമാണ്. ആൻഡ് വി നോ ദാറ്റ് ദ വാല്യൂ ഓഫ് വെക്റ്റർ ഒ സി ഇസ് ഈക്വൽ ടു ഇസഡ് കെ ക്യാപ്. നമ്മൾ നേരത്തെ പഠിച്ചു വെക്റ്റർ ഒ സി എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ എന്താണ്? ഇസഡ് കെ ക്യാപ് ആണ്. സോ സിമിലർലി വെക്റ്റർ സി ഡാഷ് പി ഈസ് ഓൾസോ ഇസഡ് കെ ക്യാപ് അല്ലേ. സി ഡാഷ് പി എന്ന് പറയുന്നത് വെക്റ്റർ സി ഡാഷ് പി എന്ന് പറയുന്നത് വെക്റ്റർ ഒ സിയോട് തുല്യമാണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇസഡ് കെ ക്യാപ്. അത് ഇസഡ് കെ ക്യാപ്പിനോട് തുല്യമാണ്. അപ്പോൾ നമ്മൾ ഡി സി ഡാഷ് എന്ന് പറയുന്ന വാല്യൂ വെക്റ്റർ ഒ എയോട് തുല്യമാണ്. അതിൻ്റെ വാല്യൂ എക്സ് ഐ ക്യാപ്പ് എന്ന് പഠിച്ചു. അടുത്ത് നമ്മൾ എന്താ പഠിച്ചേ? വെക്റ്റർ സി ഡാഷ് പി എന്ന് പറയുന്നത് വെക്റ്റർ ഒ സിയോട് തുല്യമാണ് ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു ഇസഡ് കെ ക്യാപ്പ്. അതിന് നമ്മൾ ഇസഡ് കെ ക്യാപ്പ് എന്ന് കൊടുത്തു. ഓക്കെ, നൗ നമ്മൾ നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? നമ്മൾ ആക്ച്വലി നമ്മുടെ കൺക്ലൂഷൻ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ദ പൊസിഷൻ വെക്റ്റർ ഓഫ് പി ഇൻ സ്പേസ് ഓർ 3 ഡയമെൻഷൻ. അതായത് 3 ഡയമെൻഷനിൽ അല്ലെങ്കിൽ സ്പേസിൽ ഒരു പ്ലെയിനിൽ, പ്ലെയിൻ അല്ല, ഇൻ സ്പേസ് ഓർ 3 ഡയമെൻഷൻ, 3 ഡയമെൻഷണൽ പ്ലെയിനിൽ എന്താണ് പിയുടെ പൊസിഷൻ വെക്റ്റേഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ എടുക്കുകയാണ് വെക്റ്റർ ഒ പി. എന്താണ് വെക്റ്റർ ഒ പി? വെക്റ്റർ ഒ പിയുടെ വാല്യൂ. സോ വി കൺസിഡർ ട്രയാങ്കുലർ ഒ പി സി ഓർ ഒ സി പി. അതായത് ഒ സി പി എന്ന് പറയുന്ന ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒ പി സി രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ഈ ട്രയാങ്കുലർ കൺസിഡർ ചെയ്യുക. ഈ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിയുമ്പം അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് വെക്റ്റർ ഒ പിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് വെക്റ്റർ ഒ പി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചു ട്രയാങ്കിൾ ലോ അനുസരിച്ച് എന്താണ്? ദ സം ഓഫ് ദ 2 അഡ്ജസൻറ്റ് സൈഡ്, 2 അഡ്ജസൻറ്റ് സൈഡ്സിൻ്റെ സം എന്ന് പറയുന്നത് തേർഡ് സൈഡ് നമുക്ക് കിട്ടുമല്ലേ. അപ്പോൾ അതുപോലെ തന്നെ വെക്റ്റർ ഒ പി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? അപ്പം വെക്റ്റർ ഒ സി ഡാഷ് പ്ലസ് വെക്റ്റർ സി ഡാഷ് പി. എന്താണ്? വെക്റ്റർ ഒ പിയെ നമുക്ക് എങ്ങനെ കിട്ടി? വെക്റ്റർ ഒ സി ഡാഷ് പ്ലസ് വെക്റ്റർ സി ഡാഷ് പി എന്ന് കിട്ടി. അപ്പം നമുക്കറിയാം ഒ സി ഡാഷിൻ്റെ വാല്യൂ, ഒ സി ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? അതിന് ഒ സി ഡാഷിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു? ട്രയാങ്കുലർ ഒ ബി സി ഡാഷ് കൺസിഡർ ചെയ്യുന്നു. ഒ ബി സി ഡാഷ് കൺസിഡർ ചെയ്യുന്നു. അതിൽ നിന്നും നമ്മൾ ഒ സി ഡാഷിൻ്റെ വാല്യൂ എടുക്കുന്നു. അപ്പം ഒ സി ഡാഷ് എന്ന് പറയുന്നത് അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? വെക്റ്റർ ഒ ബി പ്ലസ് വെക്റ്റർ ബി സി ഡാഷ് എന്ന് കിട്ടും. വെക്റ്റർ ഒ ബി പ്ലസ് വെക്റ്റർ ബി സി ഡാഷ് എന്ന് കിട്ടും. അപ്പോൾ ഒ സി ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? താഴത്തെ നെക്സ്റ്റ് ലൈൻ നോക്ക്. ഒ സി ഡാഷ് എന്ന് പറയുന്നത് വെക്റ്റർ ഒ ബി പ്ലസ് വെക്റ്റർ ബി സി ഡാഷ് കിട്ടി. പ്ലസ് വെക്റ്റർ സി ഡാഷ് പി. സി ഡാഷ് പി നേരത്തെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ വെക്റ്റർ ഒ പി എന്ന് പറയുന്നത് വെക്റ്റർ ഒ സി ഡാഷ് പ്ലസ് വെക്റ്റർ സി ഡാഷ് പി ആയിരുന്നു. അതിൽ നിന്ന് വെക്റ്റർ ഒ സി ഡാഷിനെ നമ്മൾ എന്തായിട്ട് എടുത്തു? വെക്റ്റർ ഒ ബി പ്ലസ് വെക്റ്റർ ബി സി ഡാഷ് എടുത്തു. പ്ലസ് ദെൻ ആ സി ഡാഷ് വെക്റ്റർ സി ഡാഷ് പിയെ നേരെ താഴോട്ട് എടുത്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്? വെക്റ്റർ ഒ ബി പ്ലസ് വെക്റ്റർ ഒ എ പ്ലസ് വെക്റ്റർ ഒ സി. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? which is equal to vector OA plus vector OB plus vector OC കിട്ടി. And we know that the value of vector OA is equal to xi cap and the value of vector OB is equal to yj cap and the value of vector OC is equal to zk cap. So the position vector of OP is equal to xi cap plus yj cap plus zk cap. Okay, or otherwise we consider vector OP is equal to r cap, then we have to rewrite this equation as vector r is equal to xi cap plus yj cap plus zk cap. If anybody any doubt, please call me and confirm your doubts. Okay. So all of you clear that the position vector of OP is equal to xi cap plus yj cap plus zk cap. Okay, അതാണ് ഇവിടെ നെക്സ്റ്റ് ലൈനായിട്ട് കൊടുത്തിരിക്കുന്നത്. Thus the position vector of a point P of x y z in space അല്ലേ. ഒരു P എന്ന് പറയുന്ന പോയിന്റ് അതിൻ്റെ കോർഡിനേറ്റ് എക്സ് വൈ സെഡ് ആക്സിസ് ആണെങ്കിൽ അത് സ്പേസിലുള്ള അതിൻ്റെ പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? വെക്റ്റർ ആർ ഇസ് ഈക്വൽ ടു എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് ഇസഡ് കെ ക്യാപ്.
നൗ ഇനി ഇപ്പം നമ്മൾ ഒരു രീതിയിൽ വെക്റ്റർ ആർ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, പൈതഗോറസ് തിയറം പോലെ നമ്മൾ എന്ത് ചെയ്യാണ്, അടുത്ത മെത്തേഡ് ആർ ക്യാപ്പ് കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ വെക്റ്റർ ആർ കണ്ടുപിടിക്കാനുള്ള നെക്സ്റ്റ് മെത്തേഡാണ് അടുത്തത്. നമ്മൾ നേരത്തെ എന്ത് ചെയ്തു, ഫിഗർ വഴി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി സ്ക്വയർ ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെ വരും, ഒ പി സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഒ പി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് നമുക്ക് മനസ്സിലാവും ഒ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ സി ഡാഷ് സ്ക്വയർ പ്ലസ് സി ഡാഷ് പി സ്ക്വയർ. ഒന്നുമില്ല, നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെ നമ്മൾ സ്ക്വയർ രൂപത്തിൽ ചെയ്യുന്നു എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ സി ഡാഷ് സ്ക്വയർ പ്ലസ് സി ഡാഷ് പി സ്ക്വയർ. ഒ സി ഡാഷിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, ഒ ബി സ്ക്വയർ പ്ലസ് ബി സി ഡാഷ് ആണ്. കാരണം നമ്മൾ നേരത്തെ പഠിച്ചു ഒ സി ഡാഷിൻ്റെ വാല്യൂ എന്തുമായിരുന്നു, വെക്റ്റർ ഒ സി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, വെക്റ്റർ ഒ ബി പ്ലസ് വെക്റ്റർ ബി സി ഡാഷ്. അതുപോലെ തന്നെ ഉള്ളു ഇവിടെ. അപ്പോൾ ഒ സി ഡാഷ് സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ട് കിട്ടും, ഒ ബി സ്ക്വയർ പ്ലസ് ബി സി ഡാഷ് സ്ക്വയർ വരും, പ്ലസ് മേളത്തെ സി ഡാഷ് പി സ്ക്വയറുടെ താഴെ എഴുതി. എന്നിട്ട് നമ്മളിത് എന്ത് ചെയ്യുന്നു, റീഅറേഞ്ച് ചെയ്യുന്നു. ബി സി ഡാഷ് എന്ന് പറയുന്നത് ഒ എ ആണ്. സോ വി ഹാവ് ടു റീറൈറ്റ് ബി സി ഡാഷ് ആസ് ഒ എ സ്ക്വയർ. സോ ദ ഇക്വേഷൻ ഈസ് ഒ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ ബി സ്ക്വയർ പ്ലസ് ഒ എ സ്ക്വയർ പ്ലസ് ഒ സി സ്ക്വയർ. ആൻഡ് ദെൻ വി ഹാവ് ടു റീറൈറ്റ്, അതായത് ഒന്ന് ഈ ഒരുപോലെ ആക്കാൻ വേണ്ടി നമ്മളൊന്ന് റീറൈറ്റ് ചെയ്യുന്നു. സെയിം വാല്യൂ തന്നെ ഒന്ന് നേരെ എഴുതുന്നു. അപ്പം ഒ എ സ്ക്വയർ പ്ലസ് ഒ ബി സ്ക്വയർ പ്ലസ് ഒ സി സ്ക്വയർ. ആൻഡ് വി നോ ദാറ്റ് ദ വാല്യൂ ഓഫ് ഒ എയുടെ വാല്യൂ എക്സ് ആണ്, ഒ ബിയുടെ വാല്യൂ വൈ ആണ്, ഒ സിയുടെ വാല്യൂ ഇസഡ് ആണ്. സോ ഒ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് ഒ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ, ഒ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ. സോ ഒ പി സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിട്ട് വരും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. അപ്പോൾ ഒ പി സ്ക്വയർ ആണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. അപ്പോൾ ദ വാല്യൂ ഓഫ് ഒ പി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ആൻഡ് വി നോ ദാറ്റ് ഒ പി ഇസ് ഈക്വൽ ടു ആർ വെക്റ്റർ. ഓർ നമ്മൾ വെക്റ്റർ ഒ പിയെ നമ്മൾ വെക്റ്റർ ആർ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, മോഡുലസ് ഓഫ് വെക്റ്റർ ആർ ഇസ് ഈക്വൽ ടു എങ്ങനെ കൊടുക്കാം, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. Thus, if a point P in space has coordinate x, y, z, then its position vector r is x I cap plus y j cap plus z k cap, and modulus of r vector is equal to root of x square plus y square plus z square. എന്താണ്, കമ്പോണൻസ് ഓഫ് എ വെക്റ്റർ ഇൻ 3 dimension. 3 dimensionലെ വെക്റ്ററിൻ്റെ കമ്പോണൻസിൻ്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്, പൊസിഷൻ വെക്റ്റർ, ഒരു പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ. ഇപ്പം നമ്മളിവിടെ കൺസിഡർ ചെയ്ത പോയിൻറ്റ് പി ആയിരുന്നു വിത്ത് കോർഡിനേറ്റ് എക്സ് വൈ സെഡ്. എക്സ് വൈ സെഡ് എന്ന് പറയുന്ന കോർഡിനേറ്റ് ഉള്ളൊരു പോയിൻറ്റ് പി, അതിൻ്റെ പൊസിഷൻ വെക്റ്ററാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടി, പൊസിഷൻ വെക്റ്റർ ഓഫ് P in space has the coordinates x, y, z, then the position vector of r cap is equal to x I cap plus y j cap plus z k cap, or modulus of r cap is equal to root of x square plus y square plus z square. Okay. The vectors x I cap, y j cap and z k cap are known as the component vectors of r വെക്റ്റർ ആർ. എന്താണ്, വെക്റ്റർ ആറിൻ്റെ കമ്പോണൻറ്റ് വെക്റ്റേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഈ എക്സ് ഐ ക്യാപ്പും വൈ ജെ ക്യാപ്പ് ആൻഡ് ഇസഡ് കെ ക്യാപ്പ് ആർ ദ കമ്പോണൻസ്. ഓക്കെ, കമ്പോണൻസ് വെക്റ്റർ എന്ന് പറയുന്നത് എന്താണ്, വെക്റ്റർ ആറിൻ്റെ കമ്പോണൻറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തെ വാല്യൂസ് തന്നെയാണ്. അതായത് എക്സ് ഐ ക്യാപ്പും വൈ ജെ ക്യാപ്പും ഇസഡ് കെ ക്യാപ്പും. ക്ലിയർ ദാറ്റ് അലോങ് ദ ആക്സിസ് എക്സ് വൈ സെഡ്. ഓക്കെ, move to the next point. Addition, subtraction and multiplication of a vector by a scalar and equality in terms of components. നമ്മൾ ഓൾറെഡി പഠിച്ചു മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ വെക്റ്റർ ബൈ എ സ്കെയിലർ, ലാംഡ എ വെച്ച് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ. ഇതിൻ്റെ അകത്ത് ഇനി നമുക്ക് രണ്ട് വെക്റ്റേഴ്സ് തന്നിട്ട് അതിൻ്റെ എന്ത് കാണണം, മൾട്ടിപ്ലിക്കേഷന്, സബ്ട്രാക്ഷന്, അതുപോലെ തന്നെ അഡീഷന്, ഇക്വാലിറ്റി ഏതിലാണ്, ഇൻ ടേംസ് ഓഫ് കമ്പോണൻസ്. കമ്പോണൻസിൻ്റെ ടേംസിലാണ് കാണേണ്ടത്. നേരത്തെ നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയും ഒക്കെ പഠിച്ചത് എന്താണ്, ഡയറക്റ്റ് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി ഇസ് ഈക്വൽ ടു വെക്റ്റർ ബി എ പ്ലസ് വെക്റ്റർ എ. അതെന്തായിരുന്നു, കമ്മ്യൂട്ടേറ്റീവിലോ. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പഠിച്ചു വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ സി ഇസ് ഈക്വൽ ടു വെക്റ്റർ എ പ്ലസ്
ബ്രാക്കറ്റിൽ വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ സി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻ ടേംസ് ഓഫ് കമ്പോണൻറ്റിൻ്റെ ടേംസിൽ എങ്ങനെ നമുക്ക് വെക്റ്റേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻസ്, ഡിവിഷൻസ് ഒക്കെ കാണാവുന്നതാണ്. സോ ഫസ്റ്റ് വി കൺസിഡർ ടു വെക്റ്റേഴ്സ്. രണ്ട് വെക്റ്റേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, വെക്റ്റർ എ, വെക്റ്റർ ബി. അപ്പോൾ വെക്റ്റർ എയുടെ വാല്യൂ എന്ന് പറയുന്നത് A1 I cap പ്ലസ് A2 J cap പ്ലസ് A3 K cap. അപ്പോൾ കമ്പോണൻസിൻ്റെ ടേംസ് വരുമ്പോൾ യൂണിറ്റ് വെക്റ്റേഴ്സ് വരുമെന്ന് ഓർക്കുക. ഓക്കെ, അപ്പം A1 I cap പ്ലസ് A2 J cap പ്ലസ് A3 K cap ആണ് വെക്റ്റർ എയുടെ വാല്യൂ. സിമിലർലി ദ വാല്യൂ ഓഫ് വെക്റ്റർ ബി ഇസ് ഈക്വൽ ടു B1 I cap പ്ലസ് B2 J cap പ്ലസ് B3 K cap. ഓക്കെ, സോ വി ഹാവ് ടു ആഡ് ദീസ് ടു വെക്റ്റേഴ്സ്. ഇപ്പം നമുക്ക് ഈ രണ്ട് വെക്റ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് വേണം? വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി. അപ്പോൾ ഫസ്റ്റ് എന്താണ്? അഡീഷൻ ഓഫ് വെക്റ്റേഴ്സ് അല്ലേ, അഡീഷൻ ഓഫ് വെക്റ്റേഴ്സ് ഇൻ ടേംസ് ഓഫ് കമ്പോണൻറ്റിൻ്റെ ടേംസിൽ വെക്റ്റേഴ്സിനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അഡീഷൻ ഓഫ് വെക്റ്റേഴ്സ് ആണ്. അപ്പോൾ നോക്കിക്കേ, വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി, വെക്റ്റർ എയും വെക്റ്റർ ബിയുടെയും വാല്യൂ തന്നിട്ടുണ്ട്. ഇനി അത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? ആദ്യം ഐയുടെ ടേംസിനെ ആഡ് ചെയ്യുന്നു, ദെൻ ജെയുടെ ടേമിനെ ആഡ് ചെയ്യുന്നു, ദെൻ കെ ക്യാപ്, കെയുടെ ടേമിനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ഐ ടേംസ് ഉള്ളത് തമ്മിൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ഐ ക്യാപ്പ് ഉള്ളത് വെക്റ്റർ എയിൽ ഏതാണ് ഐ ക്യാപ്പ് ഉള്ളത്? A1 ഐ ക്യാപ്പ്. വെക്റ്റർ ബിയിലെ ഐ ക്യാപ്പ് ഏതാണ് ഉള്ളത്? B1. സോ വി ഹാവ് ടു ആഡ് A1 പ്ലസ് B1 ബ്രാക്കറ്റ് ഇൻറ്റു ഐ ക്യാപ്പ്. മനസ്സിലായോ? ഐ ക്യാപ്പ് യൂണിറ്റ് വെക്റ്റേഴ്സുകളെ നമ്മൾ പരസ്പരം ആഡ് ചെയ്യും. അപ്പോൾ ഐയുടെ വാല്യൂവിനെ തമ്മിൽ ആഡ് ചെയ്യുന്നു, ജെയുടെ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുന്നു, കെയുടെ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുന്നു. സോ ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് A1 പ്ലസ് B1 ഇൻറ്റു ഐ ക്യാപ്പ് പ്ലസ് A2 പ്ലസ് B2 ഇൻറ്റു ജെ ക്യാപ്പ് പ്ലസ് A3 പ്ലസ് B3 ഇൻറ്റു കെ ക്യാപ്പ്. ഓർ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? ഫസ്റ്റ് ടേംസിനെ തമ്മിൽ രണ്ട് വെക്റ്റേഴ്സിലെ ഫസ്റ്റ് ടേംസ് ആഡ് ചെയ്യുന്നു, സെക്കൻഡ് ടേംസ് ആഡ് ചെയ്യുന്നു, തേർഡ് ടേംസ് ആഡ് ചെയ്യുന്നു. ഓക്കെ, അത് സിമ്പിൾ മെത്തേഡ് പറഞ്ഞാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? യൂണിറ്റ് വെക്റ്റേഴ്സുകളെ അതാതിൻ്റെ യൂണിറ്റ് വെക്റ്റേഴ്സുമായിട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ ഐ ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഐയുടെ വാല്യൂസുമായിട്ട് മാത്രം ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? A1 പ്ലസ് B1 ഇൻറ്റു ഐ ക്യാപ്പ് പ്ലസ് A2 പ്ലസ് B2 ഇൻറ്റു ജെ ക്യാപ്പ് പ്ലസ് A3 പ്ലസ് B3 ഇൻറ്റു കെ ക്യാപ്പ്. സിമിലർലി സബ്ട്രാക്ഷനും അതുപോലെ തന്നെ എന്ത് വരും? വെക്റ്റർ എ മൈനസ് വെക്റ്റർ ബി എന്ന് പറയുമ്പം A1 മൈനസ് B1 ഇൻറ്റു ഐ ക്യാപ്പ് പ്ലസ് A2 മൈനസ് B2 ഇൻറ്റു ജെ ക്യാപ്പ് പ്ലസ് A3 മൈനസ് B3 ഇൻറ്റു കെ ക്യാപ്പ്. ക്ലിയർ ആയോ? അപ്പോൾ അഡീഷൻ വരുമ്പോൾ എന്ത് ചെയ്യും? ആ സെയിം ടേംസിനെ തന്നെ, അതായത് യൂണിറ്റ് വെക്റ്റേഴ്സ് അതാതിൻ്റെ യൂണിറ്റ് വെക്റ്റേഴ്സിനെ തമ്മിൽ പരസ്പരം മൈനസ് ചെയ്യുന്നു. ഫസ്റ്റ് ഏത് വെക്റ്റർ ആണോ അതേ മൈനസ് സെക്കൻഡ് വെക്റ്റർ. ഇപ്പോൾ ഫസ്റ്റ് എ വെക്റ്റർ മൈനസ് ബി വെക്റ്റർ ആണെങ്കിൽ ആദ്യം എയുടെ ടേം എഴുതിയിട്ട് വേണം എന്തെഴുതാനായിട്ട്? ബിയുടെ ടേം എഴുതാനായിട്ട്. അല്ലെങ്കിൽ ബി വെക്റ്റർ പ്ലസ് എ വെക്റ്റർ ആണെങ്കിൽ ആദ്യം ബിയുടെ ടേം എഴുതിയിട്ട് വേണം എയുടെ എഴുതാൻ. ഓക്കെ, I think you all clear that. So once again, the addition of two vectors in terms of components. First a vector plus vector b എന്ന് പറയുന്നത് A1 plus B1 into I cap plus A2 plus B2 into J cap plus A3 plus B3 into K cap. The second എന്താണ്? സബ്ട്രാക്ഷൻ്റെ അകത്ത് എന്താ വരുന്നത്? A cap A1 minus B1 into I cap plus A2 minus B2 into J cap plus A3 minus B3 into K cap. Okay students, thank you.